ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഥവാ സബ്ജക്ട് കനേഡിയൻ ലാംഗ്വേജസിനെ കുറിച്ചാണ്. കാനഡയിൽ എത്ര തരം ലാംഗ്വേജ് ഉണ്ട്? ടു ലാംഗ്വേജസ് ഇൻ കാനഡ. 2 ലാംഗ്വേജസ് ആണ് കാനഡയിലുള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് ഫ്രഞ്ച്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതാണ്, അതായത് ഈ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്രഞ്ച് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കാം. ഫ്രഞ്ച് യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇൻ ക്യൂബക്കിലാണ്. അത് മാത്രമല്ല, ക്യൂബക്കിൽ സിറ്റികളായ മോൺട്രിയോളിൽ ഇംഗ്ലീഷും യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പ്രൊവിൻസുകളിലും കാനഡയുടെ, അത് മാത്രമല്ല ടെറിട്ടറീസിലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അത് ഇംഗ്ലീഷാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവർ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒണ്ടാരിയോയിൽ ഉള്ള ഇംഗ്ലീഷ് അല്ല നോവാസ്കോഷ്യയിൽ യൂസ് ചെയ്യുന്നത്, അവിടെയുള്ള ഇംഗ്ലീഷ് അല്ല ലാബ്രഡോർ ഫിൻലാൻഡിൽ യൂസ് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് സെയിം ആണെങ്കിലും ഹവർ അവരുടെ ആക്സെൻറ്റ് വ്യത്യാസമുണ്ട്. ന്യൂഫിൻലാൻഡ് ലാബ്രഡോറിൽ സംസാരിക്കുന്നത് ഏകദേശം ബ്രിട്ടീഷ് ആക്സെൻറ്റ് വളരെ ക്ലോസ് ആയിട്ടാണ് അവരവിടെ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, അവർ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യും സംസാരിക്കുമ്പോൾ. അതായത് 2 ന്യൂഫിൻലാൻഡേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യും. നമ്മൾക്ക് പോലും മനസ്സിലാവില്ല അത് ഇംഗ്ലീഷ് ആണ് സംസാരിക്കുക എന്ന് വരികയായാലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിലുള്ള വ്യക്തികൾ സംസാരിക്കുന്ന പോലെയല്ല തിരുവനന്തപുരത്തുള്ള വ്യക്തികൾ സംസാരിക്കുന്ന കോസ്റ്റൽ റീജിയൻസുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ വ്യത്യാസം ഇംഗ്ലീഷിലുമുണ്ട്. വേറൊരു പ്രത്യേകത പറയാനുള്ളത്, നിങ്ങൾ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾക്ക് കനേഡിയൻ ഇംഗ്ലീഷ് വേണം എന്നുള്ളത്. നിങ്ങൾക്ക് ആകെ കൂടി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. പക്ഷെ അത് ഇന്ത്യൻ ആക്സെൻ്റ് ആയാലും ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയേണ്ടത് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അവർക്ക് അത് തന്നെയാണ് താല്പര്യം. നിങ്ങളിലേക്ക് കനേഡിയൻ ആക്സെൻസ് ഒക്കെ നാച്ചുറലി വരട്ടെ, നിങ്ങളവിടെ ബൈ ദ ടൈം ബീയിങ്. അത് നിങ്ങൾക്ക് ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെ തന്നെ വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കനേഡിയൻ ആക്സെൻറ്റ് മോക്ക് ചെയ്യാണ്ട് ഇന്ത്യൻ ആക്സെൻറ്റിലും സംസാരിച്ചാൽ മതി. അതാണ് കനേഡിയൻസിനും താല്പര്യം വളരെയേറെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലക്രമേണ നിങ്ങൾക്ക് കനേഡിയൻ ആക്സെൻറ്റ് വന്നു ചേരും. പക്ഷെ നന്നായിട്ട് ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്ത്യൻ ഇംഗ്ലീഷും യൂസ് ചെയ്യണതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് തന്നെയാണ് കനേഡിയൻസിനും താല്പര്യം. കാരണം നിങ്ങൾ ഇന്ത്യൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതിൽ. പക്ഷേ നിങ്ങളുടെ ആക്സെൻറ്റ് മോക്ക് ചെയ്യാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ കാലക്രമേണ അവിടെ വർഷങ്ങൾക്ക് നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ആക്സെൻറ്റ് മാറും. അതും അവർക്ക് താല്പര്യമാണ്, കനേഡിയൻസിന്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ 2 മലയാളികളുണ്ട്, അവിടെ കനേഡിയനേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും മലയാളത്തിൽ സംസാരിക്കരുത്. അത് അവർ വളരെ ഒഫൻഡഡ് ആക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ കോൺവെർസേഷൻ ആണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. ഒരു കനേഡിയൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ മാക്സിമം കനേഡിയനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ കോൺവെർസേഷനിൽ. ദാറ്റ് വിൽ മേക്ക് ദം മോർ ഹാപ്പി. അതുള്ള അവരെ വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അവർക്ക്. പിന്നെ ഞാൻ ചില വാക്കുകൾ ഇന്ത്യൻ ഇംഗ്ലീഷും അവിടെ ലൈക്ക് അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് ചില വാക്കുകളിൽ. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റോഡ് എന്ന് പറയണ അവിടെ അക്രോസ് ദ റോഡാണ്.
എന്നാണ് അവർ പറയുന്നത്. ബസ്സിന് അവിടെ ട്രാൻസിറ്റ്സ് എന്ന് പറയും. പിന്നെ ലോറി, നമ്മുടെ അടുത്ത് ലോറിന് അവിടെ ലോറി എന്നല്ല പറയുന്നത്, അവിടെ സെമൈസ് എന്നാ പറയണം. പിന്നെ ഇവിടെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ സ്കെഡ്യൂൾ എന്ന് പറയും. പിന്നെ നമ്മുടെ ഇവിടെ സൈക്കിളിനെ അമേരിക്കൻ ഇംഗ്ലീഷിൽ അവർ ബൈക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ബൈക്കിനെ അവർ പറയും മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എന്ന് പറയും. പിന്നെ നമ്മളിവിടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അവർക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ലിഫ്റ്റ് എന്ന് പറയുന്ന അവർക്ക് അവിടെ എലിവേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ കുറെ, ഇത് മാത്രമല്ല നിരവധി വേർഡ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അനേകം. ഇപ്പൊ വീഡിയോ നമുക്ക് അത്ര ലെങ്തി ആക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.